അതേ സമയത്ത് ഇയാളൊരു 313 പ്രാവശ്യമൊക്കെ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ചിട്ട് കുത്തുബിയത്ത് നടത്തുന്ന ആളാണ്. എന്നാ തുടർന്നതിന് കുഴപ്പമില്ല, കാരണം അയാൾ തനി മുശ്രിക്കല്ല. ഇങ്ങനുണ്ടോ ഒരു ശിർക്ക് ഇസ്ലാമില്? ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ശിർക്കുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, പൗരോഹിത്യത്തിന്റെ മേലാളന്മാരാണ് ഈ പുരോഹിതന്മാർ. ഇസ്ലാമിലെ ശിർക്ക് സഹോദരങ്ങളെ ചെറുത് വലുത് എന്നൊന്നില്ല. ഇസ്ലാമിൽ പറയുന്ന സാങ്കേതികമായ ശിർക്ക് അത് ചെറുത് വലുത് എന്ന് വിഭജിക്കുവാനേ പാടില്ല. എല്ലാ ശിർക്കും മഹാപാപമാണ്, എല്ലാ ശിർക്കും മഹാപാതകമാണ്, എല്ലാ ശിർക്കും പൊറുക്കപ്പെടാത്ത കുറ്റമാണ്. തനി ശിർക്ക്, ചെറിയ ശിർക്ക്, വലിയ ശിർക്ക് എന്നിങ്ങനെ ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ ശിർക്കില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നത് തനി ശിർക്കേ വർജിക്കേണ്ടതുള്ളൂ, ചെറിയ ശിർക്കൊക്കെ ആണെങ്കിൽ ഒപ്പിച്ചു പോകാം. എന്നിട്ടോ അവസാനം മൂപ്പര് പറയുന്നു, ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിന്, ആ കുനൂത്ത് നിർവഹിക്കുന്ന സമയത്ത് വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാകുന്നു. ആ കുനൂത്തിൽ പങ്കെടുക്കുന്നതിനും വിരോധമില്ലെന്ന് തോന്നുന്നു. ഇയാൾക്ക് മനസ്സിലായതൊന്ന് വേറെ, തോന്നിയതൊന്ന് വേറെ. അതിനാണ് വട്ട് എന്ന് മലയാളത്തിൽ പറയാം. ഒരിക്കൽ ഇയാൾക്കൊന്ന് തോന്നുന്നു, അതിനെതിരെ നേരെ തിരിച്ച് ഇയാൾക്ക് മനസ്സിലാകുന്നു. കുനൂത്തിൽ വെറുതെ നിൽക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാകുന്നു. ആ സമയത്ത് തസ്ബീഹ് നീട്ടിച്ചൊല്ലാമെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയതൊന്ന് വേറെ, മനസ്സിലായതൊന്ന് വേറെ. ഇതിന് ചികിത്സ സാധാരണ ആശുപത്രി കിട്ടൂല, വേറെ ആശുപത്രി പോണം. ഇയാളാണ് തൗഹീദിലേക്ക് ക്ഷണിക്കുന്നത്, ഇയാളാണ് മുസ്ലിങ്ങളെ ഇസ്ലാഹ് ചെയ്യണത്, ഇയാളാണ് ഇസ്ലാമിലെ മുസ്ലിമീങ്ങളെ സംസ്കരിക്കുന്നത്, ഇയാളാണ് പൗരോഹിത്യ സഭയുടെ അധ്യക്ഷം വഹിക്കുന്നത്. ഈ മനുഷ്യന് സഹോദരങ്ങളെ നജസിന്റെ മസ്അല പോലും അറിയാത്ത ബുദ്ധിഹീനനായ ഈ മനുഷ്യൻ ഇസ്ലാമിലും മുസ്ലിമീങ്ങൾക്കിടയിലും പൗരോഹിത്യം സ്ഥാപിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ നരകത്തിലേക്ക് നയിക്കാനാണ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. മുസ്ലിം സമുദായം ഇത്തരം പുരോഹിതന്മാരെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനം അദ്ദേഹം ആ ഫത്വ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിന് സമാധാനം തോന്നുന്നത് പോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കുനൂത്ത് വേണമെന്നാ തോന്നിയത്, അതാ മനസ്സിന് സമാധാനം, നാ കുനൂത്ത് ഓതാ. കുനൂത്ത് ഓതണ്ടെന്നാ സമാധാനം, നാ അങ്ങനെ ആകാം. നിസ്കരിക്കണം എന്നാ സമാധാനം, നാ നിസ്കരിക്കാം. നിസ്കരിക്കണ്ടെന്നാ സമാധാനം, നാ നിസ്കരിക്കണ്ട. നോമ്പെടുക്കണം എന്നാ സമാധാനം, നാ നോമ്പെടുത്തോ. നോമ്പെടുക്കണ്ടെന്നാ സമാധാനം, നാ നോമ്പെടുക്കണ്ട. നോക്കൂ നിങ്ങൾ, 4 മദ്ഹബിന്റെ ഇമാമുമാര് ഇജ്തിഹാദ് ചെയ്തിട്ട് ഇത്രയും വൃത്തികെട്ട ഒരു വിധി സഹോദരന്മാരെ മതത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ? ഇമാം ഷാഫി ഉൾപ്പെടെയുള്ള ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ 4 പേരും ഇജ്തിഹാദ് നടത്തി നിയമനിർദ്ധാരണം ചെയ്തിട്ട് ഇത്രയും വൃത്തികെട്ട, ഇത്രയും വൃത്തിഹീനമായ, ഇത്രയും ബുദ്ധിശൂന്യമായ ഒരു വിധി ഇസ്ലാമിക ലോകത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായും ഇല്ല. അത്രയും വൃത്തിഹീനമായ വിധിയാണ്, വൈരുദ്ധ്യാധിഷ്ഠിതമായ വിധിയാണ്, ബുദ്ധിശൂന്യമായ വിധിയാണ്. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത പൗരോഹിത്യ സഭയുടെ അധ്യക്ഷൻ വെളിയങ്കോട് ഉമർ മൗലവി അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഫത്വയായി നൽകിയിരിക്കുന്നത്. ഇതാണ് ഇജ്തിഹാദിന്റെ കോലം. സഹോദരങ്ങളെ, അതിലേറെ രസാവഹമായ മറ്റൊരു കാര്യം, ഞങ്ങൾ സ്വന്തം മുജ്തഹിദുകളാണ്, ഞങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇസ്ലാമിന്റെ വിധികൾ നിർദ്ധാരണം ചെയ്യാൻ കഴിവുള്ളവരാണ് എന്ന് അവകാശപ്പെടുന്നവർ തന്നെ മറ്റുള്ളവരെ ഇജ്തിഹാദ് ചെയ്ത് പിഴക്കുന്ന രംഗവും വഹാബിസത്തിലുണ്ട്. നോക്കൂ നിങ്ങൾ സ്ക്രീനിലേക്ക്. നമ്മളൊക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടത്. അതായത് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്ക, ഇത് ശിർക്ക, അത് ചെയ്തവൻ മുശ്രിക്ക, മുശ്രിക്ക് നരകത്തില. ഈ വിശ്വാസം ഞാൻ സ്വീകരിച്ചത് അബ്ദുസ്സലാം സുല്ലമിയിൽ നിന്നാണ്. ആരാ പറയുന്നത്? അദ്ദേഹത്തിന്റെ ശിഷ്യനായ, ഇന്നലെ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ഷരീഫ് പൊളിക്കുമെന്ന് പ്രഖ്യാപിച്ച നീചരിൽ നീചനായ സക്കരിയ സലാഹി എന്ന് പറയുന്ന വഹാബി പണ്ഡിതനാണ് പറയുന്നത്. ഞാൻ തൗഹീദിൽ ആരെ തഖ്ലീദ് ചെയ്തു? സലാം സുല്ലമിയെ തഖ്ലീദ് ചെയ്തു. ഒളുവിന്റെ കാര്യം, ഒളു മുറിയുന്ന കാര്യം, നിസ്കാരത്തിന്റെ ഫർള്, നിസ്കാരത്തിന്റെ ഷർത്ത്, ഇതൊക്കെ കർമ്മപരമായ വിഷയങ്ങളാ.
ശാഖാപരമായ വിഷയങ്ങളാ. അതിലാ തക്ലീദ്. ആ തക്ലീദിന് പകരം ഇയാള് പറയുന്നത് വിശ്വാസ കാര്യത്തിൽ തന്നെ ഞാൻ തക്ലീദ് ചെയ്തിരുന്ന ആരാണ്? സലാം സുല്ലമിനെയാണ്. അങ്ങനെ സലാം സുല്ലമിയുടെ പ്രസംഗത്തിൽ നിന്നും ക്ലാസ്സിൽ നിന്നും ഞാന് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കൽ ശിർക്കാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇപ്പൊ ശിർക്കല്ല എന്ന് മനസ്സിലായി. ഇസ്ലാഹി പ്രസ്ഥാനത്തെ അള്ളാഹു സലാം സുല്ലമിയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് അൽഹംദുലില്ലാഹ്. ഇതാണ് സക്കരിയ സലാഹിയുടെ പ്രസംഗത്തിന്റെ ഉള്ളടക്കം. ആ പറഞ്ഞതിന്റെ പിന്നിൽ നിഗൂഢമായ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വഹാബിസത്തിന്റെ അടിവേര് തന്നെ പിഴുതെറിയുന്ന അപകടങ്ങളാണ്. അത് അടുത്ത ദിവസങ്ങളിൽ ഞാൻ വിശദീകരിക്കും. മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കാണ് എന്ന് സലാം സുല്ലമി പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് കാലം അത് വിശ്വസിച്ച് നടന്നിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ത്? മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കുന്നത് ശിർക്കല്ല. അതായത് മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കാം, ബദരീങ്ങളെ വിളിക്കാം, അവരിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം പ്രതീക്ഷിക്കാം. അതെപ്പോഴാണ് ഈ പുരോഹിതന്മാർക്ക് ബോധ്യപ്പെട്ടത്? ഇൻഷാ അല്ലാഹ് സമയം ഞാൻ പിന്നീട് പറയും. നിങ്ങളെ തൊലി ഉരിച്ച് നിങ്ങളുടെ ഉടുവും ഉടവയും നിങ്ങളുടെ പുടവും മുഴുവനും വാരി വലിച്ച് കീറി പുറത്തിട്ട് നിങ്ങളുടെ തനിനിറം കേരളീയ മുസ്ലിം ജനസാമാന്യത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചിട്ട് SYS-ഉം SSF-ഉം അടങ്ങുകയുള്ളൂ എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. നിങ്ങളെ വെറുതെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ 19 കൊല്ലക്കാലമായി കേരളത്തിലെ മുസ്ലിം സമുദായത്തെ നിങ്ങൾ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു. മുസ്ലിം സമുദായത്തെ നിങ്ങൾ കുരങ്ങ് കളിപ്പിക്കുകയായിരുന്നു. ആ കുരങ്ങ് കളിപ്പിച്ചതിന് മുഴുവനും നിങ്ങളോട് അണാപ്പൈ ചോദ്യം ചെയ്യുകയും വിചാരണ ചെയ്യുകയും ചെയ്തിട്ട് ഈ സമുദായത്തിന് വിശ്രമമുള്ളൂ എന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. തോന്നിവാസം അധികകാലം നീണ്ടു നിൽക്കില്ല. തോന്നിവാസം അധികകാലം നീണ്ടു നിൽക്കില്ല. എല്ലാവരെയും എല്ലാ കാലത്തും വിഡ്ഢികളാക്കാൻ സാധിക്കുമെന്ന് വഹാബി പുരോഹിതന്മാർ വിശ്വസിച്ചു പോകരുത് എന്ന കാര്യം സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അവസാനിച്ചില്ല. ഞങ്ങൾ പുരോഹിതന്മാരാണെന്നും ഞങ്ങൾ മുജ്തഹിദുകളാണെന്നും ഞങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഗവേഷണം നടത്തുവാൻ കഴിവുള്ളവരാണെന്നും അവകാശപ്പെടുക മാത്രമല്ല, ഇസ്ലാമിക ശരീഅത്തിൽ കാലാനുസൃതം മാറ്റങ്ങൾ വരുത്തണമെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തവരാണ് കേരളത്തിലെ വഹാബിസം. നിങ്ങൾക്കറിയുമോ, ലോകത്ത് ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം സഹോദരങ്ങളെ മതത്തിൽ നിയമനിർമ്മാണം നടത്താനുള്ള അവകാശമുണ്ടെന്നോ മതം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാണെന്നോ അങ്ങനെ കാലാനുസൃതം ഇസ്ലാമിക ശരീഅത്ത് മാറ്റണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. അത് ചരിത്രത്തിൽ ആദ്യമായി അത് ആവശ്യപ്പെട്ടതും ആ അഭിപ്രായം മുന്നോട്ട് വെച്ചതും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമാണ്. അൽമനാർ മാസിക കേരളത്തിലെ വഹാബിസത്തിന്റെ മുഖപത്രം. ആ മുഖപത്രം 1986 കാലം ഏതാണ്? ശരീഅത്ത് വിവാദം ഇന്ത്യയിലും കേരളത്തിലും കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ശരീഅത്ത് മാറ്റത്തിനെതിരെ, ഏക സിവിൽ കോഡിനെതിരെ ഇന്ത്യൻ പാർലമെന്റിലുള്ള മുഴുവൻ എംപിമാരും ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭകളിലുള്ള മുഴുവൻ മുസ്ലിം MLA-മാരും ഐക്യത്തോടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ ശരീഅത്ത് നിയമം സംരക്ഷിക്കണമെന്നും വ്യക്തി നിയമം സംരക്ഷിക്കണമെന്നും ഏക സിവിൽ കോഡ് ചെറുത്ത് തോൽപ്പിക്കണമെന്നും മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിലാണ് 1986 കേരളത്തിലെ വഹാബിസത്തിന്റെ മുഖപത്രമായ അൽമനാർ മാസിക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന അൽമനാർ മാസികയുടെ 13ാമത്തെ പേജിൽ അവര് പറയുന്നു, അന്ത്യപ്രവാചകന്റെ വിയോഗത്തോടെ ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമല്ല, പിന്നെ ഒരു എങ്കിലും കൂട്ട. എന്തിനാ എങ്കിലും? പൂർണ്ണമായിട്ടില്ല തന്നെ. ഇസ്ലാമിക ശരീഅത്ത് പൂർണ്ണമായിട്ടുണ്ടെങ്കിലും മുസ്ലിങ്ങൾ അവരുടെ നീണ്ട ചരിത്രത്തിൽ കാലഘട്ടങ്ങൾക്കും സ്ഥലത്തിനും സന്ദർഭത്തിനുമനുസരിച്ച് ചില പ്രശ്നങ്ങൾക്ക് വിധി കണ്ടുപിടിക്കുവാനും ഇജ്തിഹാദ് നടത്തുവാനും നിർബന്ധിതരായി തീർന്നിട്ടുണ്ടെന്നുള്ളത്
ഒരു പരമാർത്ഥമാണ്. അതിനാൽ ഇസ്ലാമിക ശരീഅത്ത് ജീവിതത്തിന്റെ പുതുമക്കനുസരിച്ച് പുതുമയുള്ളതും ചലനാത്മകവുമായിരിക്കണം. ഇസ്ലാമിക ശരീഅത്ത് ഇങ്ങനെ ജീവിതത്തിന്റെ പുതുമക്കനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കണം എന്നാ. നമ്മുടെ ചേകനൂർ മൗലവി ജീവിതത്തിന്റെ തിരക്കുകൾക്കനുസരിച്ച് ഇസ്ലാമിക ശരീഅത്ത് ഇങ്ങനെ ചലിപ്പിച്ചു. അങ്ങനെ മൂപ്പര 100 2 റക്അത്തായി. നട്ടുച്ചയ്ക്ക് ഈ വെയിലത്താർക്കാ 4 റക്അത്ത് ഇരിക്കാൻ പറ്റുക? സുബഹി നിസ്കാരം മൂപ്പര് കുറച്ചും കൂടി അങ്ങോട്ട് ചലിപ്പിച്ചു. എവിടുന്ന്? സുബഹിന്റെ സമയത്ത് നാട് ചലിപ്പിച്ചു. ഏതുവരെ? സൂര്യൻ ഉദിച്ചിട്ട് കരിച്ചാൽ മതി. അങ്ങനെ ജീവിതത്തിന്റെ പുതുമക്കനുസരിച്ച് ശരീഅത്തിനെ അങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ സുബഹി നിസ്കാരം സൂര്യൻ ഉദിക്കുന്നതിന്റെ ചോട്ടിലേക്ക് വന്നു. നിസ്കാരം തന്നെ 5 വഖത്തുള്ളത് എത്ര വഖത്തായി? 3 വഖത്തായി. നിസ്കാരം 5 ഉള്ളത് 3 ആയി. കാരണം ജനങ്ങൾക്ക് തിരക്കല്ലേ, തിരക്കിന്റെ യുഗമല്ലേ. 5 വഖത്ത് നിസ്കാരത്തിനൊക്കെ ഒരാൾ ഒരുങ്ങി പുറപ്പെട്ട അവരെ ഗവേഷണം ചെയ്യാൻ സമയമെവിടെ? ഗ്രന്ഥം എഴുതാൻ സമയമെവിടെ? പ്രസംഗിക്കാൻ സമയമെവിടെ? അധ്വാനിക്കാൻ സമയമെവിടെ? അതുകൊണ്ട് നിസ്കാരം 5 പറ്റില്ല, 3 ആക്കണം. ജീവിതത്തിന്റെ പുതുമക്കനുസരിച്ച് ചേകനൂർ മൗലവി ശരീഅത്തിനെ ഇങ്ങനെ ചലിപ്പിച്ച് വട്ടം കറക്കി അവസാനം നോക്കുമ്പോൾ നിസ്കാരം 3 ആയി, നോമ്പില്ലാതെയായി. അതൊക്കെ അറബികൾ അവിടെ കൂത്തം കുത്തി നടന്നിരുന്ന സമയത്ത് അറബികളെ മെരിക്കാൻ വേണ്ടി മുഹമ്മദ് നബി കൽപ്പിച്ചതല്ലേ നോമ്പ്. ഈ കുമ്പളങ്ങയും വത്തക്കയും തിന്ന് ജീവിക്കുന്ന ഈ കേരളത്തിലെ ഈ മാപ്പിളമാർക്ക് എന്തിനാ നോമ്പ്? അവർക്ക് ജീവനുണ്ടോ? അതുകൊണ്ട് നോമ്പ് വേണ്ട. അത് അറബികളെ മെരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ജീവിതത്തിന്റെ പുതുമക്കനുസരിച്ച് ശരീഅത്തിനെ ചലിപ്പിച്ചപ്പോ നോമ്പില്ല. ഇങ്ങനെ ശരീഅത്തിന്റെ ജീവിതത്തിന്റെ പുതുമക്കനുസരിച്ച് ശരീഅത്തിനെ അങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം, മാറ്റിക്കൊണ്ടിരിക്കണം എന്നാണ് കേരളത്തിലെ മുജാഹിദ് പണ്ഡിത സംഘടന പൗരോഹിത്യ സഭ അവരുടെ പ്രസിദ്ധീകരണം അൽമനാർ മാസികയിൽ സഹോദരന്മാരെ വെട്ടിത്തുറന്ന് പറയുന്നത്. ഇതനുസരിച്ച് ഇവരിത് പറയ മാത്രല്ല, ശരീഅത്തിനെ ഇവർ ചലിപ്പിച്ചു. ആ ചലിപ്പിച്ച ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. ശരീഅത്തിനെ മുജാഹിദ് ഇങ്ങനെ ഇട്ട് ചലിപ്പിക്കണം. അങ്ങനെ ശരീഅത്തിനെ ചലിപ്പിച്ചപ്പോൾ ആദ്യമായി സഹോദരങ്ങളെ നിസ്കാരം ഇസ്ലാമില് ഒരു മനുഷ്യൻ അംഗമായി ചേർന്നു കഴിഞ്ഞാൽ അവന് നിർബന്ധമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം. ഇസ്ലാമിന്റെ തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്തംഭമാണ് നിസ്കാരമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. ഇത് നമ്മുടെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കറിയാം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കണം. അപ്പോൾ വലിയ അശുദ്ധി ഉണ്ടായി, ജനാബത്തുണ്ടായി, ഭാര്യ ഭർതൃബന്ധം നടന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ വലിയ അശുദ്ധി ഉണ്ടായി, അങ്ങനെ കുളിക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീയാവുകയില്ല. ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ ഭാര്യ ഭർതൃബന്ധമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ മനിയ് അല്ലെങ്കിൽ ബീജം പുറപ്പെട്ടവൻ കുളിക്കേണ്ടതില്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തീരുമാനം. ഇതേതാണ് പുസ്തകം? ജിഹാദ് 88 ഈദ് സ്പെഷ്യൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് എടവണ്ണ ശാഖ 1988. ആരാണിതിൽ ലേഖനം എഴുതുന്നത്? നേരത്തെ പറഞ്ഞ ഹദീസ് പണ്ഡിതൻ അബ്ദുസ്സലാം സുല്ലമി. അദ്ദേഹം എഴുതുന്നു, പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാത്ത നിലക്ക് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. കഴുകിയ ശേഷം വുളു എടുത്താൽ മതിയാകുന്നതാണ്. പുരുഷന് വികാരം മൂർച്ഛിക്കുമ്പോൾ ലൈംഗികാവയവങ്ങൾ സ്പർശിക്കാതെ അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടതില്ല. കഴുകിയിട്ട് ഒതുണ്ടാക്കിയാൽ മതി. അപ്പോ കുളി നിർബന്ധമാകണമെങ്കിൽ എത്ര അളവിൽ പുറപ്പെടേണ്ടി വരും?
മൗലവി പറയുന്നത് അല്പം ബീജം പുറത്തു വന്നാൽ കുളിക്കേണ്ടത്. ഇത് പിന്നെ എത്ര ഉണ്ടാകല്? ഒരു 2 ലിറ്റർ ഉണ്ടെങ്കിലേ കുളിക്കൽ നിർബന്ധമാവുകയുള്ളൂ എന്നാണ് മൗലവി അദ്ദേഹത്തിന്റെ ജിഹാദ് 88 എന്ന പുസ്തകത്തിൽ പറയുന്നത്. മൗലവിമാരെ പിടിച്ചു നിർത്തി അല്പം ബീജം പുറപ്പെട്ടാൽ കുളി നിർബന്ധമാവുകയില്ല എന്ന് ലേഖനം എഴുതിയ പൗരോഹിത്യ സഭയുടെ നേതാക്കന്മാരെ തെരുവിൽ പിടിച്ചു നിർത്തി മുസ്ലിം സമുദായം ചോദിക്കണം, മൗലവിമാരെ നിങ്ങൾക്കൊക്കെ എത്ര ലിറ്റർ പുറപ്പെടാറുണ്ട്? എത്ര ലിറ്റർ പുറപ്പെടുമ്പോഴാണ് നിങ്ങളൊക്കെ കുളിക്കാറുള്ളത്? അതിന്റെ അളവൊന്ന് തിട്ടപ്പെടുത്തി തന്നാൽ ഞങ്ങൾക്കും അപ്പൊ കുളിച്ചാൽ മതിയല്ലോ. വൃത്തികേടല്ലേ സഹോദരങ്ങളെ പറഞ്ഞിരിക്കുന്നത്? ഇസ്ലാമിന്റെ പേരിലല്ലേ ഈ വൃത്തികേട് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും മൗലവിമാര് അവരുടെ സ്വന്തം കൃതികളിലോ പുസ്തകങ്ങളിലോ അവരുടെ സ്വന്തം മതത്തിന്റെ പേരിൽ ഈ വൃത്തികേട് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങളത് പൊതുജന സമക്ഷം വായിക്കുമായിരുന്നില്ല. പക്ഷെ ഇത് എഴുതി വെച്ചിരിക്കുന്നത് ഇസ്ലാമിന്റെ നിയമമായിക്കൊണ്ടാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളെ വ്യഭിചരിക്കുവാനോ ബലാത്കാരം നടത്തുവാനോ എത്ര മല്ലന്മാരായ മൗലവിമാരാണെങ്കിലും നിങ്ങൾക്ക് അധികാരമില്ല. ആ അധികാരാവകാശത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. മതത്തിൽ ബീജം പുറപ്പെട്ടാൽ, മനിക്ക് പുറപ്പെട്ടാൽ, ശുക്ലം പുറപ്പെട്ടാൽ അതൊരു തുള്ളിയാണെങ്കിലും അല്പമാണെങ്കിലും കൂടുതലാണെങ്കിലും കുളിക്കൽ നിർബന്ധമാണ് എന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കറിയാം. മദ്രസയിലെ 5ൽ പഠിക്കുന്ന കുട്ടിയെ വിളിച്ച് ചോദിക്ക്, മനിക്ക് പുറപ്പെട്ടാൽ കുളിക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞിടത്ത് എത്ര മില്ലി എന്ന് കിതാബ് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും മദ്രസയിലെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഇത്ര മില്ലി പുറപ്പെട്ടാൽ കുളിച്ചാൽ മതി, ഇത്ര മില്ലിയാണെങ്കിൽ കുളിക്കേണ്ടതില്ല എന്ന വൃത്തികെട്ട നിയമം ഇസ്ലാമിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ഈ പൗരോഹിത്യ സഭ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ഗൗരവത്തോടെ എന്റെ മുസ്ലിം സഹോദരങ്ങൾ ഓർക്കുകയും പഠിക്കുകയും ചെയ്യണം. അപ്പൊ വലിയ അശുദ്ധി ഉണ്ടായാ കുളിക്കണ്ട. വലിയ അശുദ്ധി ഉണ്ടായിട്ട് കുളിക്കാതെ ഇനി നിങ്ങൾ എത്ര നിസ്കരിച്ചാ മുജാഹിദിനെന്താ? മുജാഹിദിന്റെ ലക്ഷ്യം എന്താ? ഇബ്ലീസ് ജയിക്കുക. ഇബ്ലീസ് ജയിക്കൽ എങ്ങനെ? മുസ്ലിങ്ങൾ നിസ്കരിക്കാതിരിക്കുക. അതിന് നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കൂല. അപ്പൊ എന്താക്കാ? കുളിക്കണ്ട എന്ന് പറയാ. കുറച്ചൊക്കെ ബീജം, ചില്ലറ മില്ലി ഒക്കെ ആണെങ്കിൽ കുളിക്കണ്ട. അങ്ങനെ കുളിക്കാതെ നിങ്ങൾ നിസ്കരിച്ചാലോ നിസ്കാരം സഹിയാവൂല. ലക്ഷ്യം നേടി ആര്? മുജാഹിദും നേടി, ഇബ്ലീസും നേടി. സഹോദരങ്ങളെ, ഈ അപകടം നാം തിരിച്ചറിയണം. ഇനി വലിയ അശുദ്ധിയുടെ കാര്യത്തിൽ ബീജം പുറപ്പെട്ടാൽ കുളിക്കേണ്ടതില്ല, അത് അളന്ന് നോക്കി തിട്ടപ്പെടുത്തിയിട്ട് വേണം കുളിക്കാൻ എന്ന് ഒരു പുരോഹിതൻ പറഞ്ഞാൽ അതെല്ലാ മുസ്ലിങ്ങളും സമ്മതിച്ചോളണമെന്നില്ല. എന്നാ പിന്നെ അടുത്ത പരിപാടി എന്താ? അടുത്തത് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക. നിസ്കരിക്കാൻ ഒരാൾക്കുള്ള നിബന്ധനയിൽ പ്രധാനപ്പെട്ട മറ്റൊരു നിബന്ധനയാണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുക. അതായത് ഉളു ഉണ്ടാക്കുക. ഉളു ചെയ്താൽ ഉളു മുറിയുന്ന ചില കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ സംഭവിച്ചാൽ ഉളു മുറിയും എന്ന് മദ്രസയിൽ നിന്ന് 2ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നതാ. 4 കാര്യങ്ങൾ ഉണ്ടായാൽ ഉളു മുറിയും. എന്നാൽ മുജാഹിദ് പുരോഹിതന്മാർ ആ 4 കാര്യങ്ങൾക്ക് ചെറിയ ഒരു വിശദീകരണം കൊടുത്തു. എന്താ? ഉളു മുറിയുന്ന കാര്യങ്ങൾ താഴെ പറയുന്ന കാരണങ്ങളാൽ ഉളു ദുർബലപ്പെടുന്നതാണ്. അതും ശ്രദ്ധിക്കണം. മുജാഹിദിന്റെ പുസ്തകത്തിൽ പറയുന്നത് ഉസു മുറിയുന്ന കാര്യങ്ങൾ. പുസ്തകങ്ങളൊക്കെ മലയാളത്തിലാണല്ലോ. നമ്മള് മദ്രസകളിലും മറ്റും അറബി മലയാളത്തിൽ പുസ്തകം പ്രസിദ്ധീകരിക്കാനും പഠിപ്പിക്കാനുള്ള കാരണം എന്താ? മലയാളത്തിൽ വുസു എന്നേ എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വുളു എന്നേ എഴുതാൻ പറ്റുള്ളൂ. വുളു എന്ന് എഴുതാൻ പറ്റില്ല. അപ്പൊ വുളു എന്ന് എഴുതി ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങൾ അതേ രൂപത്തിൽ ഉച്ചരിച്ച് കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ അറബി മലയാളത്തില് ആ പുസ്തകം തയ്യാറാക്കണം. മൗലവിമാര് അറബി മലയാളം സമസ്തയുടെ സൃഷ്ടിയാണ്, അത് പൗരോഹിത്യത്തിന്റെ ഭാഗമാണ്, അത് പഴഞ്ചനാണ് എന്ന് പറഞ്ഞ് ആ അറബി മലയാളത്തെ തള്ളിക്കളഞ്ഞ് ഇവര് മലയാളത്തിൽ പുസ്തകം ഉണ്ടാക്കി. പാഠം 5 ഉളു, പാഠം 4 ഉസു. ഇങ്ങനെയാണ് ഇപ്പൊ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉളു മുറിയുന്ന കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഉളു മുറിയുന്ന കാര്യങ്ങൾ 4 ഉസു മുറിയുന്ന കാര്യങ്ങൾ 4. ഇങ്ങനെയാണ് മുജാഹിദ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ നമ്മുടെ മൗലവി വുസു മുറിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. താഴെ പറയുന്ന കാരണങ്ങളാൽ വുസു ദുർബലപ്പെടുന്നതാണ്. 1, മലമൂത്ര ദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെടുക. ഇതെല്ലാവർക്കും അറിയാം. മലമൂത്ര ദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെട്ടാൽ വുളു മുറിയും. അതെന്താണ് ആ പറയുന്നതെന്ന് 2ാം തരം മുതൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അറിയാം. പക്ഷേ അദ്ദേഹം അവിടെ ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് വിശദീകരിക്കുന്നു. കീഴ്വായു വായാൽ വാസനയോ ശബ്ദമോ ഉണ്ടായെങ്കിൽ വുസു മുറിയും. കീഴ്വായു പുറപ്പെട്ടാൽ വുളു മുറിയണമെങ്കിൽ വാസനയോ ശബ്ദമോ ഉണ്ടാകണം. കാറ്റ് പോയത് കൊണ്ട് മാത്രം വുളു മുറിയില്ല എന്നാണ് മൗലവി പറയുന്നത്. കാറ്റ് പോയതിനെന്തിനാ വുളു മുറിയണത്? കാറ്റ് പോയ സുഹൃത്തുക്കളെ കൊടപ്പന മുറിയും. പക്ഷെ ഇയാൾ പറയുന്നത് വുളു മുറിയില്ലാന്നാ. വുളു മുറിയണമെങ്കിൽ അതിന് മൂക്ക് പൊട്ടുന്ന വാസനയോ അല്ലെങ്കിൽ ചെകിടടക്കുന്ന ശബ്ദമോ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വുളു മുറിയുള്ളൂ. ഇത് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണോ? ഇത് ഇസ്ലാമിലുണ്ടോ? ഖുർആനിലുണ്ടോ? ഈ ബ്രാക്കറ്റ് മൗലവി സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് കൂട്ടിയതല്ലേ? മലമൂത്ര ദ്വാരങ്ങളിലൂടെ വല്ലതും പുറപ്പെട്ടാൽ വുളു മുറിയുമെന്ന കാര്യം 5ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്കറിയാം. എന്നാൽ ആ കാര്യം വിശദീകരിക്കുമ്പോൾ അവിടെ ബ്രാക്കറ്റ് കൊടുത്തുകൊണ്ട് കീവായു പുറപ്പെട്ടാൽ ശബ്ദവും വാസനയും ഉണ്ടെങ്കിൽ മാത്രമേ വുളു മുറിയൂ എന്ന കാര്യം സ്വന്തം കീശയിൽ നിന്നെടുത്ത് കൂട്ടിയതാണ്. അത് കീശയിലേക്ക് തന്നെ വെക്കണം എന്നാണ് നമ്മൾ പറയണത്. കീശിന്നെടുത്തത് കീശിക്ക് തന്നെ വെക്കുക. അത് അനുവദിക്കുകയില്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഖുർആനിൽ നിന്നെടുക്കണം, സുന്നത്തിൽ നിന്നെടുക്കണം, മതഗ്രന്ഥങ്ങളിൽ നിന്നെടുക്കണം, പ്രമാണങ്ങളിൽ നിന്നെടുക്കണം. അത് സ്വന്തം പോക്കറ്റിൽ നിന്നോ ഷെഡിയിൽ നിന്നോ വലിച്ചെടുത്തുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളിൽ കൂട്ടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ആ കൈകൾ ഞങ്ങൾ തടയും എന്നാണ് SYS-ഉം SSF-ഉം ആദർശ പ്രചാരണ കാലത്ത് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉളൂഇന്റെ കാര്യം അങ്ങനെ വലിയ അശുദ്ധിയും പോയി, ചെറിയ അശുദ്ധിയും പോയി. കാരണം ഇവരുടെ ഒതുഞ്ഞ് മുറിഞ്ഞു കിട്ടണമെങ്കിൽ വലിയ പ്രയാസാണ്. ഒതു ഉണ്ടാക്കാൻ എങ്ങനെങ്കിലും ഉണ്ടാക്കി കിട്ടും. പക്ഷെ അത് മുറിയണമെങ്കിൽ ഒരു പക്ഷേ കൊടപ്പന മുറിയുന്ന രൂപത്തിലുള്ള കാറ്റ് മാത്രം പോരാ, അതിന് ദുർഗന്ധമുണ്ടായിരിക്കണം. അതുപോലെ വെടിപൊട്ടുന്ന ശബ്ദവും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ. അപ്പൊ നമ്മുടെ കോഴിക്കോട്ടങ്ങാടിയിലെ മിഠായി തെരുവിൽ കുറെ ആളുകളുടെ ഒതു അന്ന് മുറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒതു മുറിയില്ല. അപ്പൊ ഒതു എടുത്ത് കിട്ടിയാൽ മുറിയാം, പിന്നെ പാട. ഇതാണ് മുജാഹിദിന്റെ ഉളൂഉമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാട്. ഇത് പൗരോഹിത്യമാണ്, മതനിർമ്മാണമാണ്, മതനിയമങ്ങളെ നിർമ്മിക്കുകയും സംഹരിക്കുകയുമാണ് കേരളത്തിലെ മുജാഹിദ് വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉളു കഴിഞ്ഞു, വലിയ ശുദ്ധിയും കഴിഞ്ഞു. ഇനി സഹോദരങ്ങളെ, ഇത് രണ്ടും ഉണ്ടെന്ന് വെച്ചാൽ പോലും നിസ്കാരം സ്വഹിയാകണമെങ്കിൽ അതിന് ചില ഫർളുകൾ ഉണ്ടല്ലോ. നിസ്കാരത്തിന് ചില ഫർളുകളുണ്ട്. എത്ര നിസ്കാരത്തിന്റെ ഫർള്? 5ാം തരത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ചോദിച്ചു നോക്കൂ, നിസ്കാരത്തിന്റെ ഫർള് എത്ര? ആ കുട്ടി പറയും 14 നിസ്കാരത്തിന്റെ ഫർള് 14. ഒരു കാലത്ത് കേരളത്തിലെ മുജാഹിദുകൾ അന്ന് ഇത്ര വലിയ മുജ്തഹിദുകളായിട്ടില്ല. വഹാബികൾ KM മൗലവി മറ്റൊക്കെ ഉള്ള കാല ഇത്രയും മുജ്തഹിദുകളായിട്ടില്ല. അൽ കിതാബുൽ അവ്വലു ഫിൽ അമലിയാത്തി എന്ന പുസ്തകം KM മൗലവിയും EK മൗലവിയും സംയുക്തമായി രചിച്ച് കേരളത്തിലെ ആദ്യകാല മുജാഹിദ് മദ്രസകളിൽ പഠിപ്പിക്കപ്പെട്ടിരുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഉളൂഇന്റെ ഫർളുകൾ പറയുന്നത് സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാം. നമസ്കാരത്തിന് 14 ഫർളുണ്ട്, നിസ്കാരത്തിന് 14 ഫർളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 ഖിയാം, 4 ഫാത്തിഹ, 5 റുകൂഅ്, 6 ഇഅ്തിദാൽ, 7 2 സുജൂദ്, 8 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കല്, 9 തുമഅനീനത്ത്, 10 ഒടുവിലെ തശഹുദ് അത്തഹിയ്യാത്ത്, 11 സ്വലാത്ത് ചൊല്ലൽ, 12 തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ, 13 സലാം ചൊല്ലൽ, 14 തർത്തീബ്. ഈ 14 ഫർളുകളും പൂർത്തിയാക്കി ചെയ്തുകൊണ്ടാണ് പഴയകാല മുജാഹിദുകളൊക്കെ നിസ്കരിച്ചത്. അവരുടെ കുട്ടികൾക്ക് മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ 1982 1982
മുജാഹിദ് മദ്രസകളിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്ന പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. നമസ്കാരത്തിന്റെ ഫറളുകളും മര്യാദകളും എന്ന ഒരു അധ്യായം കാണാം. നമസ്കാരത്തിന്റെ ഫറളുകളും മര്യാദകളും. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിസ്കാരത്തിന്റെ 14 ഫറളുകളിൽ നിന്ന് 5 എണ്ണം സഹോദരങ്ങളെ വെട്ടിമാറ്റിയിരിക്കുന്നു. 9 ഫറളുകളാണ് നിസ്കാരത്തിനുള്ളതെന്ന് പാഠം 17 നമസ്കാരത്തിന്റെ ഫറളുകളും മര്യാദകളും. 1 തക്ബീറത്തുൽ ഇഹ്റാം, 2 ഫാത്തിഹ, 3 റുകൂഅ്, 4 ഇഅ്തിദാല്, 5 സുജൂദ്, 6 ഇടയിലെ ഇരുത്തം, 7 അത്തഹിയ്യാത്ത്, 8 സ്വലാത്ത്, 9 സലാം ചൊല്ലൽ. നേരത്തെ 14 ഫർളുകൾ പഠിപ്പിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പൊ നിസ്കാരത്തിന് 9 ഫർളായി. പൗരോഹിത്യം കത്തിവെക്കുന്നത് കണ്ടോ നിങ്ങൾ? ഇസ്ലാമിക മതനിയമങ്ങളിൽ വഹാബി പൗരോഹിത്യം കത്തിവെച്ചു. അങ്ങനെ കത്തിവെച്ചപ്പോൾ നിസ്കാരത്തിന്റെ 14 ഫർളുകൾ ഒന്നൊന്നായി വെട്ടിച്ചെത്തി മിനുക്കി ഇപ്പൊ നിസ്കാരത്തിന് ഫർള് 9. അങ്ങനെ 9 ഫർളുകളുമായി വഹാബിസം മുന്നോട്ട് പോയി കുറെ കാലം. 1982 3ാം ക്ലാസ്സിലേക്ക് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകത്തിലാണ് നിസ്കാരത്തിന്റെ ഫർളുകൾ 9 ആയത്. ഈ 9 ഫർളുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ പണ്ഡിതന്മാര്, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാര്, SYSകാര്, SSFന്റെ പ്രവർത്തകന്മാര് ഈ പൗരോഹിത്യ കത്തിക്കെതിരെ വാളെടുത്ത് പ്രയോഗിച്ചു. നിങ്ങളുടെ പൗരോഹിത്യം കേരളത്തിൽ ഞങ്ങൾ അനുവദിക്കുകയില്ലെന്ന് അവരെ താക്കീത് ചെയ്തു. വഹാബി മൗലവിമാര് വരണ്ടു, വഹാബി മൗലവിമാര് പേടിച്ചു. ഉടനെ തന്നെ ഫർള് മാറ്റി 14, വീണ്ടും 14. 1987 ഫർള് 14. അത് പിന്നെ കൂട്ടിച്ചേർത്തതാ. നോക്കൂ നിങ്ങൾ, പാഠം 17 നമസ്കാരത്തിന്റെ ഫർളുകളും മര്യാദകളും. നോക്കൂ, തക്ബീറത്തുൽ ഇഹ്റാം 1, 2 ഫാത്തിഹ, 3 റുകൂഅ്, 4 ഇഅ്തിദാല്, 5 സുജൂദ്, 6 ഇടയിലെ ഇരുത്തം, 7 അത്തഹിയ്യാത്ത്, 8 സ്വലാത്ത്, 9 സലാം ചൊല്ലൽ. തുടങ്ങിയ കണ്ടോ, അവിടെ ഒരു തുടങ്ങിയ കൂട്ടിക്കൊടുത്തു. പൗരോഹിത്യം കത്തിവെക്കുന്നു, വീണ്ടും പൗരോഹിത്യം വീണ്ടും കത്തിവെക്കുന്നു. നേരത്തെ 1982 പറഞ്ഞിരുന്നത് ഈ 9 ഫർളുകൾക്ക് ഈ 9 കാര്യങ്ങൾക്ക് നിസ്കാരത്തിന്റെ ഫർളുകൾ എന്ന് പറയുന്നു എന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പുസ്തകത്തിൽ മാറ്റി തുടങ്ങിയ നിസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് നമസ്കാരത്തിന്റെ ഫർള് എന്ന് പറയുന്നു. ഇനി കൂട്ടിക്കൊടുക്കുന്നത് നോക്കൂ, ബാക്കിയുള്ള ഫർളുകൾ കൂട്ടിക്കൊടുക്കുന്നു. നിയ്യത്ത്, സലാം വീട്ടിയിട്ട് നിയ്യത്ത്, സലാം വീട്ടിയിട്ട് നിയ്യത്ത്. നിസ്കാരത്തിന്റെ 9ാമത്തെ ഫർള് അവിടെ പറഞ്ഞ സലാം വീട്ടലായിരുന്നു. ആ സലാം വീട്ടൽ കഴിഞ്ഞിട്ട് നിയ്യത്ത്. അപ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ദുഹ്ർസ്കാരം കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, ഉസല്ലി ഫർളുൽ ലില്ലാഹി തആല, അല്ലാഹു അക്ബർ. മുജാഹിദിന്റെ നിയ്യത്ത് സലാം വീട്ടി കഴിഞ്ഞിട്ടാ. അങ്ങനെ നിയ്യത്ത് കഴിവുള്ളവൻ ഫർള് നമസ്കാരത്തിൽ നിൽക്കുക, അത്തഹിയ്യാത്ത്, സ്വലാത്ത് എന്നിവ ഇരുന്ന് നിർവഹിക്കുക, ഓരോ പ്രവൃത്തിയിലും അടങ്ങി താമസിക്കുക, നമസ്കാരത്തിന്റെ ക്രമം തെറ്റാതെ ചെയ്യുക. ഏതാ ക്രമം? ക്രമേതാ? ക്രമം നേരത്തെ സലാം വീട്ടിയിരിക്കണ്, ഇപ്പൊ പറയുന്ന ക്രമം ഇനി നിയ്യത്താണ്. അങ്ങനെ ആ സലാം വീട്ടിയിട്ടുള്ള ക്രമം നിയ്യത്ത് എന്ന ക്രമം പ്രകാരം നിസ്കരിക്കുക. ഈ പാഠപുസ്തകത്തിൽ പറയുന്നതാണല്ലോ ക്രമം. കുട്ടികൾ നിസ്കാരത്തിന്റെ ക്രമം എവിടുന്നാ പഠിക്കുക? കുട്ടികൾ നിസ്കാരത്തിന്റെ ക്രമം പഠിക്കുന്നത് ഇതിൽ നോക്കിയിട്ടല്ലേ. ഇതിലുള്ള ക്രമം എന്താ? ആദ്യം സലാം വീട്ടാ, പിന്നെ നിയ്യത്തെക്ക. ഇതാണ് ക്രമം. ഈ ക്രമം തെറ്റാതെ നിർവഹിക്കണമെന്നാണ് അവസാനം പറയുന്നത്. ചുരുക്കത്തിൽ നിസ്കാരത്തിന്റെ ഫർള് വീണ്ടും 14 ആയി. 14 ആയപ്പോൾ മുജാഹിദ് മൗലവിമാർക്ക്, പുരോഹിതന്മാർക്ക് തോന്നി നമ്മൾ നേരത്തെ 9 പറഞ്ഞതാ. ഈ 9 പറഞ്ഞത് സുന്നി പണ്ഡിതന്മാരും പ്രവർത്തകന്മാരും പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ 14 ആക്കുമ്പോ അത് നമുക്കൊരു അഭിമാന പ്രശ്നം ഉണ്ടല്ലോ അതില്. അതുകൊണ്ട് 9 വേണ്ട, എന്നാ 14 വേണ്ട, 10 ആക്കുക. നിസ്കാരത്തിന്റെ ഫർള് പിന്നെ 10 ആക്കി. 1987 തന്നെ മറ്റൊരു പുസ്തകത്തിൽ നമസ്കാരത്തിന്റെ ഫർള് 10. നോക്കൂ നിങ്ങൾ, പാഠം 11 നമസ്കാരത്തിന്റെ ഫർളുകൾ. ഇത് 5ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പുസ്തക.
നേരത്തെ 14 ഫർദ് പഠിപ്പിച്ച പുസ്തകം ഏതാണ്? 3ാം ക്ലാസ്സിലേക്ക് തയ്യാറാക്കിയ പുസ്തക. ഇത് വിമർശിച്ചപ്പോ നമ്മളെ സലാം സുല്ലമി മറുപടി പറഞ്ഞത് എന്താ അറിയോ? സുന്നി വോയിസിൽ ഞാൻ ഈ വിഷയം വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതി. ലേഖനം എഴുതിയപ്പോൾ സലാം സുല്ലമി അതിന് മറുപടി എഴുതി. അതെന്താ? അത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനനുസരിച്ച് ചില ഫർദുകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ്, വലുതാകുന്നതിനനുസരിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നതാണ്. എല്ലാ ഫർദുകളും എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കുന്ന നയം മുജാഹിദിനില്ല. അപ്പോ ഇവരുടെ ബുദ്ധി വികസിക്കൽ എങ്ങട്ട കീപ്പട്ട? 9ാം ക്ലാസ്സിൽ ഇവർക്ക് ഫർദ് എത്ര? 14. പിന്നെ 3ാം ക്ലാസ്സിൽ ഫർദ് എത്ര? 14. 5ാം ക്ലാസ്സിൽ എത്ര? 10.5. അപ്പൊ ഇവരുടെ ബുദ്ധി വളർച്ച കീപ്പട്ടോ മേപ്പെട്ടോ? 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഫർദ് 14 പഠിപ്പിക്കുന്നു, 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കുട്ടിക്ക് ഫർദ് 10.5 പഠിപ്പിക്കുന്നു. എന്താ 10.5 എന്ന് പറയാൻ കാരണം? നിയ്യത്തിന്റെ പകുതിയേ ഉള്ളൂ. നമസ്കാരത്തിന്റെ ഫർദുകൾ ഇന്ന നമസ്കാരം നിർവഹിക്കുന്നു എന്ന ഉദ്ദേശം, അത് നിയ്യത്തിന്റെ പകുതിയാ, അര. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം, 2 ഫാത്തിഹ, 3 റുകൂഅ്, 4 ഇഅ്തിദാല്, 5 സുജൂദ്, 6 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, 7 അത്തഹിയ്യാത്ത്, 8 സലാം ചൊല്ലൽ തുടങ്ങിയവ അടക്കത്തോടും ക്രമത്തോടും കൂടി നിർവഹിക്കൽ. അങ്ങനെ 10 ഫർദ്. നേരത്തെ നിയ്യത്തിന്റെ പകുതിയും അര, അങ്ങനെ 10.5 ഫർദ് 5ാം ക്ലാസ്സിൽ. 3ാം ക്ലാസ്സിൽ 14, 1982 9, 1987 14, 1987 5ാം ക്ലാസ്സിൽ 10.5. മതത്തിൽ കുട്ടിക്കുരങ്ങ് കളിക്കാൻ ആരാണ് ഈ പുരോഹിതന്മാർക്ക് അനുവാദം കൊടുത്തത്? നിസ്കാരത്തിന്റെ ഫർദ് അള്ളാന്റെ റസൂല് 14 പഠിപ്പിച്ചെങ്കിൽ ആ 14 പഠിപ്പിക്കുക എന്നല്ലാതെ അത് 9 10 10.5 മാറ്റിത്തിരുത്താനും വെട്ടിക്കുറക്കാനും ആരാണ് ഈ പുരോഹിതന്മാർക്ക് അനുവാദം കൊടുത്തത്? ഇവരെന്താ വത്തിക്കാനിൽ നിന്നാണോ വരുന്നത്? ഇവരെന്താ വത്തിക്കാനിലെ പോപ്പുമാരാണോ? പോപ്പുമാരാണ് മതം നിർമ്മിക്കുന്നവര്, പോപ്പുമാരാണ് മതപുരോഹിതന്മാരായി അറിയപ്പെടുന്നത്. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല, ഇസ്ലാമിൽ മതനിയമം നിർമ്മിക്കുവാൻ ആർക്കും അധികാരമില്ല. ഫർദ് 14 അള്ളാഹു പറഞ്ഞാൽ 14. ഫർദ് 14 റസൂലുള്ളാഹി പറഞ്ഞാൽ 14. അത് പിന്നെ 10 9 വ്യഭിചാരത്തിന് വിധേയമാക്കാൻ ഒരു പുരോഹിതനും, അത് വഹാബി പുരോഹിതനാവട്ടെ മൗദൂദി പുരോഹിതനാവട്ടെ, അവകാശമില്ല. ആ അവകാശം ഇനിയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മതത്തിൽ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ആ കൈ മുറിച്ചു മാറ്റാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മതത്തിൽ കുട്ടിക്കളി കളിക്കുകയോ അള്ളാഹുവിന്റെ മതത്തിലോ നിങ്ങൾക്ക് സ്വന്തം മതം നിർമ്മിക്കാം, സ്വന്തമായൊരു മതം ഉണ്ടാക്കുക, അതിന് സ്വന്തം ഒരു ദൈവത്തെ ഉണ്ടാക്കുക, സ്വന്തം ഒരു പ്രവാചകൻ ഉണ്ടാക്കുക. നിങ്ങൾക്ക് ഒരു മതം നിർമ്മിക്കാൻ ആവശ്യമായ എല്ലാ നിർമ്മിതികളും എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 5 ദിവസത്തെ പ്രസംഗം കഴിയുമ്പോ അത് ബോധ്യപ്പെടും. മുജാഹിദിന് സ്വന്തം അള്ളയുണ്ട്, മുജാഹിദിന് സ്വന്തം ഒരു പ്രവാചകനുണ്ട്, മുജാഹിദിന് സ്വന്തം നിസ്കാരമുണ്ട്, സ്വന്തം നോമ്പുണ്ട്. അത് ഇസ്ലാമിന്റെ നോമ്പല്ല, ഇസ്ലാമിന്റെ അള്ളാഹുവല്ല, ഇസ്ലാമിന്റെ റസൂലല്ല. അങ്ങനെ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത അള്ളയും റസൂലും അതുപോലുള്ള വിശ്വാസങ്ങളും കർമ്മങ്ങളും ഒക്കെ സ്വന്തമായി തന്നെ മുജാഹിദിനുണ്ട്. ഇനി എന്തേ വേണ്ടു? ആളുകളെ മുഴുവനും വിളിച്ചുകൂട്ടി മുജാഹിദ് പണ്ഡിത പൗരോഹിത്യ സഭയുടെ അധ്യക്ഷൻ ഞങ്ങളിതാ ഒരു മതം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞൊരു മതം പ്രഖ്യാപിക്കാം. എന്നിട്ട് ആ മതത്തിന്റെ പേരിൽ നിങ്ങൾ എന്തും പറഞ്ഞോ ഞങ്ങൾ വിമർശിക്കൂല. ഇസ്ലാമിന്റെ പേരിൽ പറഞ്ഞാൽ, ഇസ്ലാമിന്റെ പേരിൽ കത്തിവെക്കാനും പൗരോഹിത്യം പ്രയോഗിക്കാനും ശ്രമിച്ചാൽ അത് ഞങ്ങൾ തടയും. സഹോദരങ്ങളെ, അതുകൊണ്ട് തീർന്നില്ല. ഇത് നമസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മമാണ് സക്കാത്ത്, അല്ലേ? സക്കാത്തും ഇവര് തോന്നിവാസം കളിച്ച് നാശമാക്കി, ഇല്ലാതാക്കി. സക്കാത്ത് എന്ന് പറയുന്നത് ഒരിക്കലും പണക്കാരന്റെ ഔദാര്യമല്ല. ഈ പാവങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇസ്ലാമിലെ സക്കാത്ത് സമ്പന്നന്റെ നിർബന്ധ ബാധ്യതയാണ്. ഒരു മുസ്ലിം ഭരണകൂടം, ഇസ്ലാമിക ഭരണകൂടമുള്ള രാജ്യത്താണെങ്കിൽ ഏതെങ്കിലും ഒരു പണക്കാരൻ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചാൽ തീർച്ചയായും ഇസ്ലാമിക പട്ടാളം, മുസ്ലിം സൈന്യം അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തുള്ള കോടതി ആ സമ്പന്നനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും
അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് 2.5% പിടിച്ചെടുത്ത് അത് പാവങ്ങൾക്ക് വിതരണം നടത്തുകയും ചെയ്യും. ഇതാണ് ഇസ്ലാമിന്റെ സക്കാത്ത്. മുജാഹിദുകൾ തെറ്റിദ്ധരിച്ചത് അത് പാവപ്പെട്ടവർക്ക് മുതലാളി കൊടുക്കുന്ന ഔദാര്യമാണെന്നാ. അങ്ങനല്ല, ഔദാര്യമല്ല. അത് ഔദാര്യമായി സങ്കല്പിച്ച് വിശദീകരിച്ച് ഇവരെന്ത് ചെയ്തു എന്നറിയാമോ? ഇവര് സക്കാത്ത് സംഘടിത സക്കാത്ത് ഉണ്ടാക്കി. സക്കാത്ത് കമ്മിറ്റി. ഇസ്ലാമില് സക്കാത്ത് കൊടുക്കാൻ 3 മാർഗമാണുള്ളത്. അതിന്റെ അപ്പുറം വേറൊരു മാർഗമല്ല. 3 മാർഗമാണ് സക്കാത്ത് കൊടുക്കുന്നതിനുള്ളത്. ഒന്ന്, സ്വന്തം കൊടുക്കുക. ഞാനൊരു സമ്പന്നനാണ്, എനിക്ക് 2.5% പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെങ്കിൽ എന്റെ സക്കാത്തിന്റെ തുക അർഹരെ കണ്ടെത്തി ഞാൻ നേരിട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല മാർഗം. രണ്ടാമത്തെ മാർഗം, ഒരു വക്കീലിനെ ഏൽപ്പിക്കുക. എനിക്ക് കൊടുക്കാൻ സൗകര്യമില്ല, എന്നാൽ പാവപ്പെട്ട സക്കാത്തിന് അർഹരായ ആളുകളെ കണ്ടെത്തി അത് കൊടുക്കാൻ ഒരു വക്കീലിനെ ഞാൻ ഏൽപ്പിക്കുക. മൂന്നാമത്തെ മാർഗം, ഇസ്ലാമിക ഭരണം നടക്കുന്ന രാജ്യമാണെങ്കിൽ മുസ്ലിം ഭരണാധികാരി ഏൽപ്പിക്കാം. പാകിസ്ഥാനിലെ മുഷറഫിനെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല, അവിടെ ഇസ്ലാമിക ഭരണമല്ല നടക്കുന്നത്. ഇസ്ലാമിക ഭരണം നടക്കുന്ന സ്ഥലം, ആ ഭരണം നടക്കുന്ന സ്ഥലത്ത് ഇസ്ലാമിക ഭരണാധികാരിയെ ഏൽപ്പിച്ചാൽ ആ ഭരണാധികാരി അർഹർക്ക് സക്കാത്ത് കൊടുത്തോ കൊടുത്തില്ലേ എന്ന് പരിശോധിക്കേണ്ട കാര്യം സക്കാത്ത് ദായകനായ സമ്പന്നനില്ല. ഇസ്ലാമിക ഭരണാധികാരിക്ക് സക്കാത്ത് കൊടുക്കുന്നതോടെ അവന്റെ ബാധ്യത നിർവഹിക്കപ്പെട്ടു. അതേസമയം രണ്ടാമത് പറഞ്ഞ രൂപത്തിൽ ഞാൻ സക്കാത്ത് ഒരു വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ ആ വക്കീലിന് 2 നിബന്ധന ഉണ്ട്. ഒന്ന്, വക്കീൽ നിശ്ചിത വ്യക്തിയായിരിക്കണം, കമ്മിറ്റി പറ്റൂല. രണ്ടാമത്തത്, വക്കീലിനെ ഞാൻ സക്കാത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വക്കീല് പാവപ്പെട്ട സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകൾക്ക് സക്കാത്ത് കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. അപ്പോൾ മാത്രമേ എന്റെ ബാധ്യത നിർവഹിക്കപ്പെടുകയുള്ളൂ. ഇത് രണ്ടും നടക്കൂല കമ്മിറ്റിയിൽ. ഒന്ന്, കമ്മിറ്റി നിശ്ചിത വ്യക്തിയല്ല, അതിൽ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഖജാഞ്ചുണ്ട്, ഖജാഞ്ചിന്റെ സഞ്ചിയുണ്ട്. ഇതെല്ലാം കൂടിയതാണ് കമ്മിറ്റി. അതുകൊണ്ടായില്ല ആ കമ്മിറ്റി തന്നെ സക്കാത്ത് അർഹർക്ക് കൊടുത്തുവോ എന്ന് ഉറപ്പുവരുത്താൻ യാതൊരു നിവൃത്തിയുമില്ല. കാരണം സക്കാത്ത് കൊടുക്കുന്നത് ഒരുപക്ഷെ വർത്തമാനം ദിനപത്രത്തിനായേക്കും, അല്ലെങ്കിൽ മാധ്യമം ദിനപത്രത്തിനായേക്കും, അല്ലെങ്കിൽ വിചിന്തനം ഫണ്ടിലേക്കായിരിക്കും, അല്ലെങ്കിൽ വഹാബികളുടെ ഏതെങ്കിലും ഒരു ഫണ്ടിലേക്കായിരിക്കും. അതുകൊണ്ടൊന്നും സക്കാത്ത് വീടൂല. എന്നിട്ട് ഇവരതിന് ന്യായീകരണം പറഞ്ഞു. എന്താ ന്യായീകരണം? ഈ പാവപ്പെട്ട ആളുകള് മുതലാളിയുടെ വീട്ടുപടിക്കല് സഞ്ചിയും തൂക്കി സക്കാത്തിന് വേണ്ടി ഇങ്ങനെ യാചിക്കല്ലേ, ആ യാചന ഒഴിവാക്കാനാണ് ഞങ്ങൾ സംഘടിത സക്കാത്ത് ഉണ്ടാക്കിയത്. ഇതെങ്ങനെ യാചനയാവും സുഹൃത്തുക്കളെ? സമ്പന്നനിൽ നിന്ന് ഒരു പാവപ്പെട്ടവന് കിട്ടേണ്ട അവകാശം ചോദിക്കുന്നത് യാചനയാണോ? കേരള ഗവൺമെന്റിൽ നിന്ന്, ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ന്യായമായും വകവെച്ച് കിട്ടേണ്ട അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി പാർലമെന്റിന്റെ മുമ്പിലോ ഈ കേരള നിയമസഭയുടെ മുമ്പിലോ ചെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന സമരം നടത്തിയാൽ, പ്രക്ഷോഭം നടത്തിയാൽ അത് യാചനയാണോ? അല്ല, അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. എങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട ഒരു മുതലാളി ആ സക്കാത്ത് കൃത്യമായി കൊടുക്കാത്ത പക്ഷം പാവപ്പെട്ടവൻ എന്റെ സക്കാത്ത് തരണമെന്ന് അദ്ദേഹത്തിന്റെ വാതിലിൽ മുട്ടി ആവശ്യപ്പെടുന്നത് ഒരിക്കലും യാചനയല്ല, അത് അവകാശം ചോദിക്കലാണ്. അവകാശം മുതലാളി കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ ഇസ്ലാമിക ഗവൺമെന്റ് നിലവിലുള്ള രാജ്യമാണെങ്കിൽ അദ്ദേഹം കോടതി കയറേണ്ടി വരും. അതാണ് ഇസ്ലാമിന്റെ നിയമം. യാചനയോ? എന്നിട്ട് യാചന ഒഴിവാക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എന്താ ചെയ്തത്? കൂട്ടയാചന. സെക്രട്ടറിയും പ്രസിഡന്റും ചാക്കും സഞ്ചിയും തൂക്കി തെരുവോരങ്ങളിലൂടെ ഒരാൾ യാചിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇവര് കമ്മിറ്റി ഉണ്ടാക്കി. കമ്മിറ്റി ഉണ്ടാക്കിയിട്ടോ കൂട്ടയാചന. അതല്ലേ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സഹോദരങ്ങളെ, അങ്ങനെ വിതരണ രീതി നാശമാക്കി. സക്കാത്ത് മുതലാളിമാരിൽ നിന്ന് വാങ്ങി ഇവര് സ്വന്തം പിടുങ്ങി. അത് മാത്രമല്ല, ഇപ്പൊ സക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ, സക്കാത്തിന്റെ പേരിൽ ഇസ്ലാം ഹറാമാക്കിയ പലിശ സഹോദരങ്ങളെ വഹാബികൾ ഹലാലായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പലിശ ഹറാമാക്കിയ ഇസ്ലാമിന്റെ വിധി അട്ടിമറിച്ച് പലിശ ഹലാലാക്കി വഹാബികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ മുജാഹിദുകൾ പ്രസിദ്ധീകരിക്കുന്ന മൗലവി ഗ്രൂപ്പിന്റെ വിചിന്തനം വാരിക,
2004 മാർച്ച് 12. ഈ ലേഖനത്തിൽ മഹാപാപങ്ങൾ എന്ന തലവാചകത്തിലുള്ള ലേഖനത്തിൽ പലിശ എന്ന തലവാചകത്തിൽ മൗലവി പറയുന്നു, കച്ചവടം അള്ളാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. കച്ചവടം അള്ളാഹു അനുവദിക്കുകയും പലിശ നിഷിദ്ധമാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹു തആല പലിശ ഹറാമാക്കി, കച്ചവടം അള്ളാഹു തആല അനുവദനീയമാക്കി എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പലിശ തിന്നുന്നവർ നരകാവകാശികളായിരിക്കുമെന്നും ആ നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയും വിശദീകരിക്കുകയും ചെയ്ത കാര്യം ആ ആയത്തുദ്ധരിച്ചുകൊണ്ട് തന്നെ വിചിന്തനം വാരികയിൽ മുജാഹിദ് മൗലവി ലേഖനം എഴുതുന്നു. അതുകൊണ്ട് കഴിഞ്ഞില്ല. പലിശ ഹറാമാണ്, പലിശ നിഷിദ്ധമാണ്, പടച്ച റബ്ബ് പലിശ ഹറാമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ മൗലവിമാർ പിന്നീട് പലിശ അനുവദനീയമായി പ്രഖ്യാപിച്ചു. ഈ പുസ്തകം ഏതാണ്? സ്ക്രീനിൽ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ സക്കാത്ത് കൊടുത്തുവോ? കണ്ടോ, സ്വർണവും വെള്ളിയും തേങ്ങയും അടക്കയും എല്ലാം കൂട്ടി മുഖചിത്രമായി പ്രസിദ്ധീകരിച്ച് കേരള നദ്വത്തുൽ മുജാഹിദീൻ കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ മസ്ജിദുൽ മുജാഹിദീൻ കാരപ്പറമ്പ്, നിങ്ങൾ സക്കാത്ത് കൊടുത്തുവോ? ഈ പുസ്തകത്തിന്റെ 1-ാമത്തെ പേജിൽ സഹോദരങ്ങളെ പറയുന്നു, അള്ളാഹു പറയുന്നു, ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം അള്ളാഹുവിങ്കൽ അത് വളരുകയില്ല. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്രേ ഇരട്ടി സമ്പാദിക്കുന്നവർ. ഖുർആൻ 30-39. പലിശ പാടില്ല, പലിശ ഭക്ഷിക്കുന്നവർ വിജയിക്കുകയില്ല എന്ന് ഇതിന്റെ 1-ാമത്തെ പേജിൽ എഴുതി. എന്ന് അത് കഴിഞ്ഞ് അതിന്റെ അവസാനത്തെ പേജിൽ നോക്കൂ, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. അവസാനത്തെ പേജിൽ സക്കാത്ത് സെൽ കഴിഞ്ഞ വർഷം കൊടുത്ത സക്കാത്തിന്റെ കണക്ക് വിവരിച്ചിരിക്കുന്നു. ആ കണക്ക് വായിച്ചു നോക്കൂ. കേരള നദ്വത്തുൽ മുജാഹിദീൻ KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ 2005 ഒക്ടോബർ മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക്. എന്തൊക്കെയാണ് വരവുകൾ? മുൻ വർഷത്തെ ബാക്കി 41,104 രൂപ 60 പൈസ. മുൻ വർഷത്തെ ബാക്കി, അതായത് കാരപ്പറമ്പ് മഹല്ലില് പാവപ്പെട്ടവരും സാധുക്കളും ഒക്കെ കഴിഞ്ഞിട്ട് സക്കാത്ത് കൊടുത്ത് പാവപ്പെട്ടവര് പറ്റ അവസാനിച്ചിട്ട് മുൻ വർഷത്തെ ബാക്കി 40,000 രൂപ. ഓ, വല്ലാത്തൊരു നാടന്നെയാണ് ആ നാട്. സക്കാത്ത് കൊടുക്കാൻ ആളില്ലാത്ത നാട്, സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത നാട്, പാവപ്പെട്ടവർ കുറ്റിയറ്റുപോയ നാട്, മിസ്കീന്മാര് കുറ്റിയറ്റുപോയ നാട്, കടബാധ്യതയുള്ളവർ കുറ്റിയറ്റുപോയ നാട്. അവിടെ ഒറ്റ കടക്കാരനില്ല, അവിടെ ഒരൊറ്റ പാവപ്പെട്ടവനില്ല, അവിടെ ഒരൊറ്റ ഫക്കീറില്ല, അവിടെ ഒരൊറ്റ മിസ്കീനില്ല. അങ്ങനെ ആരുമില്ലാത്തത് കൊണ്ട് ഇവരെന്താ ചെയ്തത്? സക്കാത്തിന്റെ ബാക്കിയുള്ള പൈസ ബാങ്കിലിട്ടു. എന്നിട്ട് നോക്കൂ നിങ്ങൾ, 2-ാമത്തെ വരവ് മേൽ പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് എത്രയാണ്? 2,65,522 രൂപ. മുൻ ബാക്കി 41,104 60 പൈസ. മേൽപ്പറഞ്ഞ കാലയളവിൽ അഥവാ ഒരു വർഷത്തിൽ മൊത്തം വരവ് 2,65,522 രൂപ. 3-ാമത്തെ വരവ്, സക്കാത്തിലേക്ക് 3-ാമത്തെ വരവിനം ശ്രദ്ധിക്കൂ, ബാങ്ക് പലിശ 939 രൂപ. ബാങ്ക് പലിശ സക്കാത്തിലേക്ക്. ഈ 2 ലക്ഷവും ബാങ്കിൽ നിന്ന് കിട്ടിയ 939 രൂപയും മുൻ ബാക്കിയും കൂട്ടി, അങ്ങനെ എല്ലാം കൂടി പലിശയിലിട്ട് കൂട്ടി കുഴച്ചിട്ട് പാവപ്പെട്ടവർക്ക് ഇതാ ഒരു ഉരുള ചോറ്.
പാവപ്പെട്ടവർക്ക് മുജാഹിദുകൾ ഒരുള്ള ചോറ് കൊടുക്കുകയാണ്, ഗുളിക കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. എങ്ങനെ? ഈ പലിശ മുതൽ കൂട്ടിക്കൊയച്ചിട്ട്. സക്കാത്തും ഹറാമായി, പലിശയും ഹറാമായി, ഗുളികയും ഹറാമായി, മരുന്നും ഹറാമായി. വിശപ്പിന് വേണ്ടി ഉണ്ണുന്ന ഒരുള്ള ചോറും ഒരു കയ്യിൽ കഞ്ഞിയും അതും കൂടി ഹറാമാക്കി ഈ സമുദായത്തെ വഞ്ചിക്കുകയാണ് സഹോദരങ്ങളെ വഹാബി പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് പ്രതികരണമില്ലാത്തത് എന്നാണ് സമസ്ത കേരള സുന്നി യുവന സംഘം ചോദിക്കുന്നത്. പലിശ തീറ്റിക്കുന്ന പുരോഹിതന്മാർക്കെതിരെ പ്രതികരിക്കാൻ മാത്രം ആണുങ്ങൾ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ ഇല്ലെന്നോ? കേരളത്തിലെ മുസ്ലിം സമുദായം മൊത്തവും പെണ്ണുങ്ങളായി പോയോ എന്നാണ് SSF ചോദിക്കുന്നത്, SYS ചോദിക്കുന്നത്. സക്കാത്തിന്റെ പേരിൽ, സംഘടിത സക്കാത്തിന്റെ പേരിൽ ബാങ്കിൽ പൈസയിട്ട് ആ പലിശ വാങ്ങി പാവപ്പെട്ടവരെ തീറ്റിക്കുന്ന വഹാബി പൗരോഹിത്യത്തെ എന്നേക്കുമായി പിടിച്ചുകെട്ടി ചങ്ങലയിൽ ബന്ധിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നോക്കൂ നിങ്ങൾ, എന്താ സക്കാത്ത് വിതരണത്തിന്റെ രീതി? ചെലവുകൾ നോക്കൂ. പ്രിന്റിംഗ് ചാർജ് 520 റുപ്യ, സക്കാത്ത് കൊടുത്തത് ആ പ്രസ്ക്ക് 520. അങ്ങനെ ഉണ്ടോ? പാവപ്പെട്ടവര് സക്കാത്ത് ഇന്നമ സക്കാത്തുൽ ഫുഖറാഇ വൽ മസാക്കീനി വൽ പ്രിന്റിംഗ് എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടോ സുഹൃത്തുക്കളെ? അല്ലാഹു തആല സക്കാത്ത് കൊടുക്കേണ്ട 8 വിഭാഗങ്ങളെ നമ്പർ ഇട്ടെന്ന വണ്ണം എണ്ണി പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനില് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നമ്പർ ഇട്ടെന്ന വണ്ണം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തില് പ്രിന്റിംഗ് പ്രസ് ഇല്ല. ഇവര് നോട്ടീസ് അടിച്ചതിന്റെ കാശ് സക്കാത്തിന്റെ പൈസന്ന്. ഇവര് നോട്ടീസ് അടിക്കണത് എന്തിനാ? തറാവീഹ് 8 പറയാന്. ഇവര് നോട്ടീസ് അടിക്കുന്നത് എന്തിനാ? കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണെന്ന് പറയാന്. ഇവര് നോട്ടീസ് അടിക്കുന്നത് എന്തിനാ? സക്കാത്ത് സംഘടിതമായി കൊടുക്കണമെന്ന് പറയാന്. ഇവര് നോട്ടീസ് അടിക്കുന്നത് എന്തിനാ? ഖുനൂത്ത് പാടില്ലെന്ന് പറയാന്. ഇവർ നോട്ടീസ് അടിക്കണമെന്നത് എന്തിനാ? ഖുത്ബ പരിഭാഷപ്പെടുത്തണമെന്ന് പറയാന്, സ്ത്രീകളെ ജുമാക്ക് കൊണ്ടുപോകണമെന്ന് പറയാന്. അങ്ങനെ ഇവര് സർവ തോന്നിവാസത്തിനും അടിക്കുന്ന നോട്ടീസിന്റെ ചെലവ് അതെവിടുക്കാ? അത് സക്കാത്തിന്റെ ഫണ്ടിക്ക്. ആദ്യം ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു കയ്യിൽ കഞ്ഞി കൊടുക്കുന്നതിന് മുമ്പ്, പാവപ്പെട്ട ഒരു രോഗിക്ക് മരുന്നിന് കാശ് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യമായി ഇവര് വകയിരുത്തിയ ചെലവേതാ? ഇവരുടെ നോട്ടീസ് അടിക്കാനുള്ള ചെലവ് 520 റുപ്യ. കടം വീട്ടാൻ സഹായം 4500, രോഗചികിത്സ, മരുന്ന്, ഓപ്പറേഷൻ തുടങ്ങിയവ, വീട് നിർമ്മാണം, റിപ്പയർ, തൊഴിൽ സഹായം, കുടുംബ പെൻഷൻ, വീട് വൈദ്യുതീകരിക്കുന്നതിന്, പഠനത്തിന് സഹായം, സാമ്പത്തിക സഹായം നൽകിയത്, മാസത്തിൽ അരിയും മറ്റും സഹായം നൽകിയത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനത്തെ ചെലവിനം കേന്ദ്ര വിഹിതം, ബൈത്തുൽ മാൽ കേന്ദ്ര വിഹിതം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലുള്ള പുരോഹിതന്മാർക്ക് ആ മിട്ടാനുള്ള വകുപ്പില് ഇത്ര തുക. അതെത്ര? 1.5 ലക്ഷം അല്ല 13,000 റുപ്യ. 13,000 റുപ്യ കേന്ദ്ര വിഹിതം. അപ്പൊ ഓരോ യൂണിറ്റിൽ നിന്നും സക്കാത്തിന്റെ മൊത്തം സംഖ്യയിൽ നിന്ന് നിശ്ചിത ശതമാനം കേന്ദ്ര വിഹിതം. അത് കേന്ദ്രത്തിലെ ടിപിക്കും അതുപോലെ AP അബ്ദുൽ ഖാദർ മൗലവിക്കും മറ്റു മൗലവിമാർക്കൊക്കെ കൂടിയിട്ടിട്ട് സുപ്രവിരിച്ചിട്ട് അമിട്ടാനുള്ളതാണ് 13,000. ഇനി കഴിഞ്ഞു ലാസ്റ്റ് ഇനം കഴിച്ച് ബാക്കി 38,307.25. പാവപ്പെട്ടവരൊക്കെ കഴിഞ്ഞു. പാവപ്പെട്ടവരൊക്കെ കഴിഞ്ഞ് കേന്ദ്ര വീതവും കൊടുത്തു. ഇനി ബാക്കി 38,000. ഇനി ഈ 38,000 ഇവരെന്ത് ചെയ്യും? ബാങ്കിൽ കൊണ്ടുപോയിടും. ബാങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് അതിന് അടുത്ത കൊല്ലം പലിശ കിട്ടും. ആ പലിശയും കൂട്ടിയിട്ട് അടുത്ത കൊല്ലം സക്കാത്ത് കൊടുക്കും. അങ്ങനെ പരമ്പരയായി പലിശക്ക് മേൽ പലിശ, കൂട്ടുപലിശ, പിഴപ്പലിശ തിന്ന് അവസാനം നരകത്തിൽ ഭൂം. ഇതാണ് കേരളത്തിലെ വഹാബികളുടെ നേതൃത്വം. കേരള വഹാബി പൗരോഹിത്യം ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് നരകത്തിലേക്കാണ്. പലിശ കൊടുക്കുന്നവൻ മാത്രമല്ല, പലിശ തിന്നുന്നവൻ മാത്രമല്ല, പലിശ തീറ്റിക്കുന്നവൻ മാത്രമല്ല, അത് തിന്നുന്നവരും ഉപയോഗിക്കുന്നവരെയും എല്ലാം പടച്ച റബ്ബ് ശപിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിരിക്കുന്നു. ആ ശാപത്തിന് നിരന്തരം വിധേയമായി
അവസാനം ശാപത്തിന്റെ കേന്ദ്രമായ, ശപിക്കപ്പെട്ടവരുടെ കേന്ദ്രമായ നരകത്തിലേക്ക് ഈ മുസ്ലിം സമുദായത്തെ സക്കാത്തിന്റെ പേരിൽ, തൗഹീദിന്റെ പേരിൽ, ഖുർആനിന്റെ പേരിൽ, സുന്നത്തിന്റെ പേരിൽ ആട്ടിത്തെളിക്കുന്ന അതിക്രൂരമായ തെമ്മാടിത്തമാണ് കേരളത്തിലെ വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ കൈ പിടിക്കണ്ടേ? ഇവരുടെ കൈ പിടിക്കാൻ ആൺകുട്ടികൾ ഉണ്ടാകണ്ടേ? തീർച്ചയായും മെയ് 15 സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ, സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രചാരണ കാലം അവസാനിക്കുമ്പോൾ ഇവരുടെ കൊല്ലിക്കും ഇവരുടെ കൈക്കും പിടിക്കാൻ മാത്രം കരുത്തുള്ള ചില കരങ്ങൾ കേരളത്തിൽ ജന്മമെടുത്തിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. സഹോദരങ്ങളെ, കഴിഞ്ഞില്ല. ഇത് സക്കാത്തിന്റെ കാര്യമാണെങ്കിൽ ഈ സക്കാത്തിൽ തന്നെ പലിശ അനുവദനീയമാക്കി പ്രഖ്യാപിച്ച് പാവങ്ങളെ കൊണ്ട് പലിശ തീറ്റിച്ച മുജാഹിദ് നേതൃത്വം അതിലേറെ രസാവഹമായ, വിചിത്രമായ മറ്റൊരു നീക്കത്തിലൂടെ സ്വന്തം പലിശ വാങ്ങാനും ശ്രമിച്ചു. മടവൂര് ഗ്രൂപ്പും മൗലവി ഗ്രൂപ്പും കോടതിയിൽ കേസ്. എന്തിന്റെ പേരിൽ? ഏതോ ഒരു വാടക കെട്ടിടത്തിന്റെ പേരിൽ. മൗലവി ഗ്രൂപ്പ് പറയുന്നു അത് ഞങ്ങളുടേതാണ്, മടവൂർ ഗ്രൂപ്പ് പറയുന്നു അത് ഞങ്ങളുടേതാണ്. ഒടുവിൽ AP അബ്ദുൽ ഖാദർ മൗലവി കേസ് കൊടുത്തു. എന്തിന്? ഗ്രൂപ്പായി പിളർന്നതിന് ശേഷമുള്ള വാടക മുഴുവൻ കിട്ടണം. ഗ്രൂപ്പായി പിളർന്നതിന് ശേഷം ആ ഷോപ്പിംഗ് ബിൽഡിങ്ങിലുള്ള കടയുടമസ്ഥന്മാരിൽ നിന്ന് വാടക വാങ്ങുന്നത് മടവൂർ ഗ്രൂപ്പാണ്. മടവൂർ ഗ്രൂപ്പിന് ആ കെട്ടിടത്തിൽ അവകാശമില്ലാത്തത് കൊണ്ട് ആ കാലയളവിലുള്ള മൊത്തം വാടകയും ഞങ്ങൾക്ക് കോടതി ഈടാക്കി തരണം. അത് നമുക്ക് മനസ്സിലാക്കാം, അത് നമുക്ക് മനസ്സിലാവും. തർക്കമുണ്ടാകുമ്പോ വാടക അവർക്ക് എടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വാങ്ങിത്തരണം, കോടതി ഇടപെടണം എന്ന് പറഞ്ഞാൽ അത് മാന്യമാണ്, നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ മൗലവി ഗ്രൂപ്പ്, AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ഗ്രൂപ്പ് കോടതിയോട് ആവശ്യപ്പെടുന്നത് കേവലം വാടക മാത്രമല്ല, കുറെ കാലമായി വാടക കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്കതിന് പലിശയും വേണം. പലിശയും കോടതി ഞങ്ങൾക്ക് വാങ്ങിത്തരണമെന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് മൗലവി കേസ് കൊടുത്ത കാര്യം മുജാഹിദ് മൗലവിമാർ തന്നെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. ഇനി പലിശയെ കുറിച്ച് നോക്കൂ. പരിശുദ്ധ ഖുർആൻ പലിശയെ കുറിച്ച് പറഞ്ഞത് എന്താ? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. പലിശയെ അള്ളാഹ് നിഷിദ്ധമാക്കുകയും കച്ചവടത്തെ അള്ളാഹു ഹലാലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. ഒറ്റപ്പാലം റെന്റ് കൺട്രോൾ മുൻസിഫ് കോടതി മുമ്പാകെ ബഹുമാനനായ AP അബ്ദുൽ ഖാദർ മൗലവി എഴുതി കൊടുത്തിട്ടുള്ള കേസാണിത്. ഇതിലെന്താണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്? വരെ നിങ്ങൾ പലിശ ലഭിക്കാൻ വേണ്ടിയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. എതിർകക്ഷിയാൽ ഹർജിക്കാരന് വരേണ്ട താഴെ ചേർത്ത പ്രകാരമുള്ള വാടക ബാക്കിയും പലിശയും മേലാൽ വസൂലാവുന്നതുവരെ 6% പ്രകാരമുള്ള പലിശയും പിന്നീട് മുറിയൊഴിഞ്ഞു കിട്ടുന്നത് വരെ പലതുമുണ്ട്. നോക്കൂ നിങ്ങൾ, പലിശ ലഭിക്കാൻ വേണ്ടി കേസ് കൊടുത്തിട്ട് ഇവരാരെങ്കിലും ഒരു അക്ഷരം പറഞ്ഞ ഏതെങ്കിലും ഒരു നേതാക്കന്മാർ AP-യെ തിരുത്തിയോ? അത് ശരിയല്ല AP. കാരണം പലിശ അല്ലാഹ് ഹറാമാക്കിയതാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. മാത്രമല്ല ആ പലിശയിലേക്ക് വീണ്ടും മടങ്ങുന്നവൻ അവന്റെ അവസ്ഥ വമൻ ആദ ഫൗലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. ആ പലിശയിലേക്ക് വീണ്ടും മടങ്ങുന്നവൻ അവൻ നരകാവകാശിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ എന്താ പറഞ്ഞത്? പലിശ അല്ലാഹ് ഹറാമാക്കി. അത് ഖുർആൻ പറഞ്ഞതാണ്, സംശയമൊന്നുമില്ല. കച്ചവടം അല്ലാഹ് അനുവദനീയാക്കി, അതും ഖുർആൻ പറഞ്ഞതാ. പക്ഷെ മുജാഹിദ് മൗലവിമാര് ചെയ്യണത് മാത്രം ഖുർആൻ പറഞ്ഞതല്ല. അതെന്താ? ഞങ്ങൾക്ക് ഷോപ്പിംഗ് ബിൽഡിങ്ങിന്റെ വാടക മാത്രം കിട്ടിയാൽ പോരാ, ഞങ്ങൾക്ക് പലിശയും വേണം. പലിശ സഹിതമുള്ള വാടക ഞങ്ങൾക്ക് ഈടാക്കി തന്നെ കോടതിയോട് AP അബ്ദുൽ ഖാദർ മൗലവി എന്ന മുജാഹിദ് പൗരോഹിത്യ സഭയുടെ ഉത്തരവാദപ്പെട്ട നേതാവ് സഹോദരങ്ങളെ കോടതിയിൽ ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല, കോടതി അത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. അനുവദിച്ചു കൊടുത്ത പലിശയും വാങ്ങി മുജാഹിദ് മൗലവിമാര് വീട്ടിലേക്ക് പോയി. അതിന്റെ വിലാപമാണ് മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് അലി മദനി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ ഇപ്പൊ നടത്തിയത്. വാടക ഞങ്ങൾ എങ്ങനെയെങ്കിലും തരുമായിരുന്നു, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പലിശയും വാങ്ങിയല്ലോ എന്ന വിലാപമാണ് സഹോദരങ്ങളെ
കോടതിക്ക് പുറത്ത് മൗലവി അലി മദനി എന്ന് പറയുന്ന മടവൂർ ഗ്രൂപ്പിന്റെ നേതാവ് സഹോദരങ്ങളെ പ്രസംഗിക്കുന്നത്. ഇത് പൗരോഹിത്യത്തിന്റെ മറ്റൊരു മുഖം. പലിശ ഹറാമാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിച്ചിട്ട് ആ ഖുർആനിന്റെ വിധിയെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ല, പലിശ അനുവദനീയമാണ്, ഞങ്ങൾ ബാങ്കിൽ നിന്ന് പലിശ വാങ്ങും, അത് സക്കാത്തിൽ കൂട്ടിക്കലർത്തും, എന്നിട്ട് പാവങ്ങളെ തീറ്റും എന്ന് ധിക്കാരപൂർവം കേരളത്തിലെ വഹാബി പൗരോഹിത്യം പ്രഖ്യാപിക്കുകയും അതവര് നടപ്പാക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, ഇസ്ലാമിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കർമ്മമാണ് നോമ്പ്. ആ നോമ്പും ഇവര് ചപ്പിളിയാക്കി. നോമ്പിനെ സംബന്ധിച്ച് മൗലവിമാര് പറയുന്നത് ബാങ്ക് വിളിച്ച ശേഷം അത്തായം കഴിക്കാനാ. ബാങ്ക് വിളിച്ചിട്ടും അത്തായം കഴിക്കാം. ബാങ്ക് വിളിക്കുന്നതോടുകൂടി നോമ്പ് തുടങ്ങിയില്ലേ. എന്നാൽ മൗലവിമാര് പറയുന്നത് ശബാബ് വാരിക 1998 ജനുവരി 9 പ്രസിദ്ധീകരിച്ച ശബാബ് വാരികയിൽ പറയുന്നത്, എന്നാൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ ഖുറാഫികൾ പറയുന്നത് പോലെ, ആരാ ഖുറാഫികൾ? നമ്മളെ പറ്റിയ പറയുന്നത് ഖുറാഫികൾ പറയുന്നത് പോലെ വായിൽ ഉള്ളത് തുപ്പിക്കളയുകയോ ചാടി എഴുന്നേൽക്കുകയോ ചെയ്യേണ്ടതില്ല. അത് ഹദീസിൽ വന്നിരിക്കുന്നതാ പറയണേ. ഏത് ഹദീസിൽ? ഇവര് ഏത് ഇബ്ലീസിന്റെ ഓഫീസിൽ നിന്നാണ് ഹദീസ് പഠിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ബാങ്ക് കൊടുത്തതിന് ശേഷം വീണ്ടും കയ്യിലുള്ള പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ ശാപ്പിട്ടിട്ട് നിർത്തിയാൽ മതി. സുന്നികൾ ചെയ്യുന്നത് പോലെ ചാടി എഴുന്നേറ്റ് വായിൽ നിന്ന് തുപ്പിക്കളയുകയൊന്നും വേണ്ട. ഇങ്ങനെ 10 ആള് നോമ്പോറ്റ എന്തായി? ഇബ്ലീസിന്റെ കാര്യം റാഹത്തായി. ഇബ്ലീസിന് ഇപ്പോ ഒരു നോമ്പ് ഒരാളുടെ മുടങ്ങിക്കിട്ടാണല്ലോ വേണ്ടത്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ മുജാഹിദ് നേതൃത്വം ചെയ്യുന്നുണ്ട്. ബാങ്ക് കൊടുത്തതിന് ശേഷവും ഭക്ഷണം കഴിക്കാം. ഇനി നോക്കൂ നിങ്ങൾ, ഇത് സക്കരിയ സലാഹി എഴുതിയ പുസ്തകം നോമ്പിന്റെ വിധിവിലക്കുകൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. നോമ്പിന്റെ വിധിവിലക്കുകൾ എന്ന ഈ പുസ്തകത്തിന്റെ 33-ാമത്തെ പേജിൽ മൗലവി പറയുന്നത് ഇഖാമത്ത് കൊടുത്തതിന് ശേഷവും ഭക്ഷണം കഴിക്കാമെന്നാ. നേരത്തെ മൗലവി പറഞ്ഞ ബാങ്ക് കൊടുത്തതിന് ശേഷം കഴിക്കാം. ഇയാൾക്ക് തോന്നി ബാങ്ക് കൊടുത്തതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന് ഒരു മൗലവി പറയുമ്പോ ഞാനും അത് തന്നെ പറഞ്ഞാൽ പിന്നെ എനിക്കെന്താ ഒരു സ്ഥാനം? അതുകൊണ്ട് ഇയാള് അടുത്ത സ്റ്റെപ്പ് ഇറങ്ങി. ഇഖാമത്ത് കൊടുത്തതിന് ശേഷവും ഭക്ഷണം കഴിക്കാം, അത്തായം കഴിക്കാം എന്ന് ഈ പുസ്തകത്തിന്റെ നോമ്പിന്റെ വിധിവിലക്കുകൾ എന്ന പുസ്തകത്തിന്റെ 33-ാമത്തെ പേജിൽ സഹോദരങ്ങളെ എഴുതി. അങ്ങനെ നിസ്കാരം പോയി, സക്കാത്തും പോയി, നോമ്പും ചപ്പിളിയാക്കി. ഇതല്ല ഇപ്പൊ 3 കാര്യങ്ങള്. പിന്നുള്ളത് ഹജ്ജാണ്. ഹജ്ജിനെ സംബന്ധിച്ച് ഇന്നലെ പറഞ്ഞത് കേട്ടില്ലേ? ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരും കാഫിറുകളാണ്. അതും കഴിഞ്ഞു. ഇങ്ങനെ ഇസ്ലാമിനെ മൊത്തം ഇവര് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മൂക്കിലിട്ടിട്ട് പട്ടണം പൊടി വലിക്കുന്നത് പോലെ വലിച്ചു കയറ്റി ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ ഇവര് കരാറെടുത്തിരിക്കുന്നുവോ എന്ന് ശങ്കിക്കുന്ന രൂപത്തിൽ സഹോദരങ്ങളെ ഇവര് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം, പൗരോഹിത്യത്തിന്റെ ഭാഗമായി തന്നെ മുജാഹിദുകൾ നടപ്പാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് സിഹിറിലുള്ള അട്ടിമറി. മനസ്സിലായില്ല? സിഹിർ ബാധിക്കുമല്ലേ? സിഹിർ മാറണം. ഈ സിഹിർ ചെയ്താൽ അത് പറ്റുമോ പറ്റൂലേ? അള്ളാന്റെ റസൂലിന് സിഹിർ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന സിഹിർ പറ്റും. അത് ചെയ്യല് ഹറാമാണ്, പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നാൽ മുജാഹിദ് മൗലവിമാർ എന്ത് ചെയ്തു? അവരാദ്യം പറഞ്ഞു സിഹിർ ഒരിക്കലും ഫലിക്കുകയില്ല. ആരാ പറഞ്ഞത്? നമ്മളെ പഴയ റൗള പൊളിക്കുമെന്ന് പ്രഖ്യാപിച്ച നീചനായ ആ മനുഷ്യനുണ്ടല്ലോ, സക്കരിയ സലാഹി. അദ്ദേഹം പറഞ്ഞു സിഹിർ അന്ധവിശ്വാസമാണ്, അത് ഫലിക്കുകയില്ല. സിഹിർ ഫലിക്കുമെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സിഹിർ ചെയ്തോളൂ. ആര്? സക്കരിയ സലാഹി പറയാ, എനിക്ക് സിഹിർ ചെയ്തോളൂ, എന്നിട്ട് എനിക്കൊന്ന് സിഹിർ ഫലിക്കട്ടെ എന്ന് ഇദ്ദേഹം മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗിക്കുന്നത് നിങ്ങൾ ആദ്യം കേൾക്കൂ. മരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ?
ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണം എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂലെന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിന്റെ എതിരിൽ പ്രസംഗിച്ചടക്കുന്ന ആളുകളാണ്. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അന്ന് സീർ ചെയ്തൂടെ? അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്ക് എത്തുന്നതിന് പകരം വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങൂലേ? കാരണം പറയുന്നത് അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ടാൽ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടിരിക്കാതൊക്കെ എന്ന് പറയാം. അതിനെല്ലാം എന്തെങ്കിലും കൂടോത്രം ചെയ്താല് പാറാലിക്ക് വന്ന് ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോകണ്ട ചങ്ങായി, മോൻ അവിടെ എത്താതെ തട്ടിത്തിരിഞ്ഞ് എവിടെങ്കിലും എത്തുമെന്ന് വിചാരിച്ചാൽ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ സിഹ്റാൻ ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെ പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. അവർ ഇസ്രായേലിനെതിരെ സിഹ്റാൻ ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ വലിക്കോ വലിക്കൂല ഇതിന്റെ ചർച്ച ചെയ്യണം. മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും ചെയ്യാൻ അള്ളാഹു അല്ലാത്തവർക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്ന സുന്നികളാണ് സിഹിർ ഫലിക്കുമെന്ന് പറയുന്നത്. മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും ചെയ്യുവാൻ അള്ളാഹു അല്ലാത്ത മറ്റാർക്കും സാധിക്കുകയില്ല എന്നാണ് സക്കരിയ സലാഹി പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് സിഹിർ അന്ധവിശ്വാസമാണ്, അത് ഫലിക്കുകയില്ല. അത് ഫലിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടുന്നത്? ഇസ്രായേലിനെതിരെ ജൂതരാജ്യത്തിനെതിരെ അറബ് രാജ്യങ്ങൾക്ക് ഒരു സിഹിറാണ് ചെയ്താൽ പോരെ? എത്ര കോടിക്കണക്കിന് ഉറുപ്പിയാണ് ഇസ്രായേലിനെ മെരുക്കാൻ വേണ്ടി അറബ് നാടുകൾ ചെലവഴിക്കുന്നത്? ഫലസ്തീനിൽ എത്ര മുസ്ലിം സഹോദരങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും വേണ്ടല്ലോ, ഒരു സിഹിറാണ് ചെയ്താൽ പോരെ എന്നാണ് സക്കരിയ സലാഹി ചോദിക്കുന്നത്. സക്കരിയ സലാഹി ആദ്യം സ്വീകരിച്ച നിലപാട് സിഹിർ ഫലിക്കൂല. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം വീക്ഷണമല്ല. അയാളൊരു മൗലവി, അയാളെ തൊള്ളയിലൂടെ വന്നത് അങ്ങനെ അങ്ങോട്ട് ഒഴുകിയതാണ് എന്ന് വിചാരിക്കണ്ട. ഇത് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ മാസികയിൽ സിഹിർ ഫലിക്കുകയില്ലെന്ന് അവർ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അൽമനാർ മാസികയിൽ മൂസവാണിന്മേൽ, അൽമനാർ മാസിക 1982 നവംബർ 28 പ്രസിദ്ധീകരിച്ച അൽമനാർ മാസികയിൽ മൂസവാണിന്മേൽ എന്ന മുജാഹിദ് മൗലവി എഴുതുന്നു, ചുരുക്കത്തിൽ യഥാർത്ഥമോ സ്വതന്ത്രമായ പ്രതിഫലനമോ ഇല്ലാത്ത ഒരു മിഥ്യയാണ് സിഹിർ. ഇസ്ലാം വിരോധിച്ചത് കൊണ്ട് മാത്രം അതിന് യാഥാർത്ഥ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് ഇസ്ലാം കഠിനമായി വിരോധിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു പങ്കുകാരും യഥാർത്ഥത്തിൽ അള്ളാഹുവിനില്ലതാനും. അള്ളാഹുവിന് പങ്കുകാരില്ലെങ്കിൽ പോലും അള്ളാഹ് പങ്കുകാരെ നിഷേധിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് സിഹിറിന് യാഥാർത്ഥ്യമില്ലെങ്കിലും സിഹിർ ഹറാമാണെന്ന് ഇസ്ലാം പറയാൻ കാരണം. അതുകൊണ്ട് സിഹിറിന് നിലനിൽപ്പില്ല, അത് മിഥ്യയാണ്, അത് തോന്നൽ മാത്രമാണ്, അത് കേവലം ഊഹം മാത്രമാണ്, അത് അന്ധവിശ്വാസമാണ് എന്ന് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ മുഖപത്രമായ അൽമനാർ മാസികയിൽ പറഞ്ഞതായി അബ്ദുസ്സലാം സുല്ലമി തന്നെ വായിച്ചു കേൾപ്പിക്കുന്നു. മൂസ വാണിമേലെഴുതിയതാ, മൂപ്പരാത്താണ്. ഇവിടെ മേശപ്പുറത്തുണ്ടാലേ അൽമനാർ. ഇതിനൊന്നും തിരുത്തുവന്മാരിതുവരെ കൊടുത്തിട്ടില്ലല്ലോ. എന്നാൽ നിങ്ങൾ കൊടുപ്പിക്കുക. അൽമനാർ അന്ന് പണ്ട് എഴുതിയതൊക്കെ തെറ്റാണ്. ഇനി മുജാഹിദുകൾ സീറ് വലിച്ചൊന്ന് വിശ്വസിക്കണം, അല്ലെ ഹദീസിന് ശരിയാണ് ഒന്ന് എഴുതിച്ചു കൂട്ടരങ്ങള്. സിഹിർ ഫലിക്കൂലാന്ന് അൽമനാറിൽ എഴുതിയത് ഇതുവരെ തിരുത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോഴെങ്കിലും തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നാണ് സലാം സുല്ലമി വെല്ലുവിളിക്കുന്നത്. സലാം സുല്ലമി, സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള AP അബ്ദുൽ ഖാദർ മൗലവി ഉൾപ്പെടെയുള്ള പൗരോഹിത്യ സഭയുടെ അധ്യക്ഷനായ TP അബ്ദുൽ കോയ മദനി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുഴുവൻ മുജാഹിദ് പുരോഹിതന്മാരെയും അബ്ദുസലാം സുല്ലമി എന്ന പുരോഹിതൻ വെല്ലുവിളിക്കുകയാണ്. അൽമനാറിൽ സിഹിർ ഫലിക്കുകയില്ലെന്ന് നേരത്തെ എഴുതിയല്ലോ, അതൊന്ന് തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന്.